നമസ്കാരം. ഗ്ലോബൽ മെലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി ഇൻടേക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുതൽ 2024 വരുന്ന മിഡ് ഇൻടേക്കുകളുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നടക്കുന്ന പല പല യൂണിവേഴ്സിറ്റികളുടെ ഇൻടേക്ക് ഉണ്ട്. ഈ ഇൻടേക്കുകളിലേക്ക് യു കെയിലേക്ക് വരണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു റൈറ്റ് ഡിസിഷൻ ആയിരിക്കുമോ എന്ന് സംശയമുള്ള പല ആളുകളും ഉണ്ടാവും. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ മിഡ് ഇൻടേക്കുകളുടെ പ്രത്യേകതകളും അതേപോലെ ഈ മിഡ് ഇൻടേക്കുകൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഏതൊക്കെ ആളുകൾക്ക് യു കെയിലേക്ക് വരുന്നത് വർത്തായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വെറൈറ്റികളുടെ കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം പല ആളുകളും 2024 പുതിയ നിയമമാറ്റങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സ്റ്റുഡൻസിന് ഈ കഴിഞ്ഞ ജനുവരി മുതൽ അവരുടെ ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഈ ഒരു പ്രധാനപ്പെട്ട റൂൾ ചേഞ്ച് കൊണ്ട് തന്നെ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഏജ് റേഞ്ചിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 27, 28 മുതൽ 32, 35 വരെയുള്ള പ്രായത്തിലുള്ള ആളുകൾ കൂടുതൽ യു കെയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്തിൽ നിന്ന് മാറി 2024 മുതൽ ഏകദേശം ഒരു 21, 22 വയസ്സ് മുതൽ ഒരു 25, 26 വയസ്സിനിടയ്ക്കുള്ള ആളുകൾ കൂടുതലേക്ക് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് യു കെയിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അപ്പം ഈ സാഹചര്യം എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. അതായത് ഒരാൾ മാത്രം പഠിക്കാൻ വന്നതിന് ശേഷം കോഴ്സ് കഴിയാതെ ഒരു വിസ സ്വിച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസ് യു കെയിലേക്ക് വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞ ആളുകളാണ് യു കെയിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മിനിമം 2 കൊല്ലം അല്ല, അത് കഴിഞ്ഞ് PSW എടുത്തു കഴിഞ്ഞാലും ഡിഫറൻസിനെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതായത് 4 കൊല്ലവും ഡിഫറൻസ് ഇല്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ പഠിക്കാൻ പറ്റുന്നത് എത്രത്തോളം വർത്താണെന്ന് എനിക്കറിയത്തില്ല. അത് കല്യാണം കഴിഞ്ഞ ആളുകൾ അവർ ഫാമിലിയായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്കിന്ന് സംസാരിക്കാനുള്ളത് ഡിഗ്രി കഴിഞ്ഞ് ഫ്രഷേഴ്സായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഡിഗ്രി നാട്ടിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ പഠിച്ച് പാസ്ഔട്ടായി നിൽക്കുന്ന ഒരു 21, 22, 23, 24 വയസ്സിലുള്ള ആളുകളോടാണ് കൂടുതലും എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻടേക്കാണ് ഈ വരാൻ പോകുന്ന 2024 മിഡ് ഇൻടേക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ യു കെയിലേക്ക് വരാനിരിക്കുന്നതിന് മുമ്പ് യു കെയിലെ റെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കിയിരിക്കേണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ യു കെയിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ യു കെക്ക് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസോ ഇവിടുത്തെ ഏകദേശം ഒരു ആവറേജ് റെൻറ്റ് നിങ്ങൾ പഠിക്കാൻ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന സിറ്റികൾക്കടുത്ത്, നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഉള്ള വീടുകളുടെ റെൻറ്റും കാര്യങ്ങളും എത്രയാണെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എങ്കിലും മാത്രം നിങ്ങളുടെ ജീവിത ചെലവുകളും മറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ എൻ്റെ വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുള്ള ആംബർ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് 1 ക്ലിക്കിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ നോക്കുന്ന സിറ്റി ഏതാണോ, യൂണിവേഴ്സിറ്റി ഏതാണോ, അതിനടുത്തുള്ള അക്കോമഡേഷൻസിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് യു കെ വരുന്നത് നല്ലതാണോ അല്ലയോ, അതായത് ഏകദേശം നമ്മുടെ സ്റ്റുഡൻസായിട്ട് വരുന്ന ആളുകളുടെ റെൻറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ വരവും ചിലവുകളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് യു കെയിൽ വരണോ വേണ്ടോ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിലായിട്ട് ഇപ്പോൾ വരുന്ന സെക്ഷനിൽ സംസാരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ വരാനിരിക്കുന്ന സ്ഥലം യു കെയിലെ ഏത് സ്ഥലമായിക്കോട്ടെ അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും 2 മില്യണിലധികം പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ആംബർ സ്റ്റുഡൻറ് എന്ന് പറയുന്നത്. അവരുടെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ജസ്റ്റ് അവരുടെ അക്കോമഡേഷൻസ് ഒക്കെ ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ പല ആളുകളും പറയുമ്പോൾ ഓക്കെ പുതിയ നിയമമാറ്റങ്ങൾ വന്നിട്ടില്ലേ, അതായത് മിനിമം 39,700 ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൽഡ് വർക്കർ വിസ അടിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള പുതിയ നിയമമാറ്റങ്ങൾ വന്നിട്ടില്ലേ എന്ന് പല ആളുകളും ചോദിക്കും. ഓക്കെ, അങ്ങനത്തെ നിയമമാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരും മാസങ്ങളിൽ അതൊരു സ്കിൽഡ് സാലറി ലിസ്റ്റാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റാക്കി മാറ്റുമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വരാതെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള കോഴ്സുകൾ ഒരുപാട് ജോലികൾ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ട്. ആ ഫീൽഡിലുള്ള ജോലികൾ മാത്രം നിങ്ങൾ മാക്സിമം എടുത്തിട്ട് വരാൻ നോക്കുക. ഇപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടിയാവുന്നത്, ഇപ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾ നാട്ടിൽ പഠിച്ചിട്ട് മാനേജ്മെൻറ്റ് കോഴ്സുകൾ തന്നെ യു കെയിൽ പഠിക്കാൻ നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാണ്. കുറച്ചും കൂടെ ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക്, എൻജിനീയറിംഗ് കോഴ്സുകൾ പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സുകൾ പഠിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിലുള്ള കോഴ്സുകൾ പഠിക്കുന്നവർക്ക്, കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡിലേക്ക് പഠിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും യു കെയിൽ വരുന്നു കഴിഞ്ഞാൽ അവരുടെ ജോലികളെല്ലാം ഒരുവിധപ്പെട്ട മിക്ക ഒരു ജനറൽ ജോലികളെല്ലാം തന്നെ ഇവിടുത്തെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോലികൾ തന്നെയാണ്. സോ അവർക്ക് ഈ പറയുന്ന 38,700 പൗണ്ടിൻ്റെ സാലറി ത്രഷോൾഡ് ഒരു വലിയ ബാധ്യത ആവത്തില്ല. കാരണം അവർക്ക്
ആ 32,000-നേക്കാളും കുറഞ്ഞ ഒരു സാലറി ത്രഷോൾഡ്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിയർലി ഒരു 33,000, ഇപ്പോഴത്തെ 33,000 ആ റേഞ്ച് തന്നെ ആയിരിക്കും വരാൻ സാധ്യത. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള ജോലികളുള്ള അല്ലെങ്കിൽ ആ പ്രൊഫഷനിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും UK പഠിക്കാൻ വരുന്നതിൽ തെറ്റുള്ള കാര്യമല്ല. അപ്പോൾ UK പഠിക്കാൻ വരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം UK പഠിക്കാൻ വരുന്നതിന് മുമ്പ് നാട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ പഠിക്കാൻ വരുമ്പം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പഠിക്കാൻ വരുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം പല ആളുകളും പറയും UK വരുന്നത് വെർത്തല്ല, മറ്റ് രാജ്യങ്ങൾ നോക്കുന്നതായിരിക്കും വെർത്തത്. അപ്പം ശരിക്കും ചോദിക്കേണ്ട ഏത് രാജ്യത്ത് പോയാലാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണം, കാനഡ ഇപ്പോൾ പഴയ പോലെ അത്ര ഫ്രണ്ട്ലി ആയിട്ട് PR കൊടുക്കുന്ന രാജ്യമല്ല. കാനഡയിൽ പോയി കഴിഞ്ഞാൽ PR കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആളുകൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നൊരു സമയം തന്നെയാണ് കാനഡ ഇപ്പോൾ ഉള്ളത്, UK പോലെ തന്നെ. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനഡയിൽ പോകണമെങ്കിൽ ഒരു 2 വർഷത്തെ കോഴ്സ് എടുത്ത് പോകണമെങ്കിൽ ഒരു 25-26 ലക്ഷം രൂപ ഫീസും, അത് പ്ലസ് നമുക്ക് അവിടുത്തെ GIC എമൗണ്ട് ആയിട്ടുള്ള 10 ലക്ഷം രൂപ, ഏകദേശം 10-36 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഫീസും അവിടുത്തെ ലിവിങ് എക്സ്പെൻസും അവിടുത്തെ കാനഡ ഗവൺമെൻറ്റിലോട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ 10 ലക്ഷം നമുക്ക് തിരിച്ച് കിട്ടും, അത് കാനഡയിൽ നിന്നേ തിരിച്ച് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് പ്ലേസിൽ നമുക്ക് അത്ര എക്സ്പെൻസ് വരും. അത്ര എക്സ്പെൻസ് മുടക്കി കാനഡയിൽ അത്രയും തണുപ്പുള്ള രാജ്യത്ത് പോയിട്ട് PR കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പം അതാണ് കാനഡയുടെ ഒരു സിനാരിയോ കറണ്ട് സിറ്റുവേഷനിൽ. അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ UK ഇപ്പോഴും പഠിക്കാൻ വരുന്നത് ഏകദേശം 10 മുതൽ 12 ലക്ഷം രൂപ വരെ ഇപ്പോഴും ചിലവുള്ളൂ. അതും കാനഡയിൽ പോയിട്ട് ഏതെങ്കിലും കോളേജസിൽ PG ഡിപ്ലോമ എടുക്കുന്ന സ്ഥാനത്ത് UK വന്നാൽ വേൾഡ് റാങ്കിങ് ഉള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ആദ്യം ഇപ്പോൾ കാനഡയായിട്ടുള്ളൊരു കമ്പാരിസൺ. ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും സ്ഥിതി വ്യത്യാസമൊന്നുമല്ല. ഓസ്ട്രേലിയയിലെ മിക്ക മാസ്റ്റേഴ്സ് കോഴ്സുകളും ഓൾമോസ്റ്റ് 95% മാസ്റ്റേഴ്സ് കോഴ്സുകളും 2 ഇയർ പ്രോഗ്രാമാണ്. 1 ഇയറിലേക്ക് ഏകദേശം 20 അല്ലെങ്കിൽ 25 ലക്ഷം രൂപയാണ് മിനിമം അവിടുത്തെ ഒരു ഫീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിൽ. അതുകൊണ്ട് തന്നെ 2 വർഷത്തെ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് അവിടെ പഠിക്കണമെങ്കിൽ 40 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ് അവിടുത്തെ ചിലവ് വരുന്നത്. പിന്നെ ലിവിങ് എക്സ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെ വേറെയും. ന്യൂസിലൻഡും തീരെ മോശമല്ല. അവിടെ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സുകളാണെങ്കിലും 25 ലക്ഷം രൂപയോളം അവിടെ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സിന് ചിലവാകും. പിന്നെ അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിനെ കുറിച്ച് പറഞ്ഞു. അയർലൻഡിൽ പോയാൽ അവരുടെ ഡിഫറൻസിനെ കൊണ്ടുപോകാൻ അവിടെ സാധിക്കുന്നതല്ല. ഒരു വർഷം അപ്പം അവിടുത്തെ കോഴ്സും ഇതുപോലെ 2 വർഷത്തെ കോഴ്സാണ്, അവിടെ ഫീസ് കൂടുതലാണ്. പിന്നെ വരുന്നത് ജർമ്മനി പോലുള്ള യൂറോപ്യൻ കൺട്രീസാണ്. ഈ യൂറോപ്യൻ കൺട്രീസിലാണ് പാർട്ട് ടൈം ജോലികൾ കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരുന്നില്ല എങ്കിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഞാനിത് ഓടിച്ചിട്ട് എല്ലാ രാജ്യങ്ങളിലും ഓവർവ്യൂ പറഞ്ഞത് UK ഭയങ്കര സൂപ്പറാണെന്നല്ല. എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അവിടെ സെറ്റിൽ ആവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും അതാത് സ്ഥലങ്ങളിൽ PR കിട്ടാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു കമ്പാരിസൺ വഴി ഡീറ്റെയിൽ ചെയ്യാം. എന്നാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. സോ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള പണ്ട് വളരെ ഈസി ആയിരുന്ന രാജ്യത്ത് നോർമൽ മറ്റ് രാജ്യങ്ങളെ പോലുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോൾ UK വന്നെന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് ഇപ്പോഴും വരാൻ സാധിക്കുന്ന അതായത് വളരെ ഇയർലി കരിയേഴ്സിലുള്ള ആളുകൾക്ക്, ഒരു 21, 22, 23 കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വരാൻ ഇപ്പോഴും പറ്റുന്ന വളരെ നല്ലൊരു രാജ്യം തന്നെയാണ് UK. ഇനി ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ UK വരുന്നത് എന്തുകൊണ്ടൊക്കെയാണ് ബെറ്റർ എന്നുള്ള കാര്യം ഞാൻ ഒരു 2 വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും പ്രസക്തമാണ്. നമുക്ക് ഇവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യാനും നല്ലൊരു ഇൻകം ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമുക്ക് ഭാവിയിലേക്ക് ഇവിടെ 2 വർഷത്തെ സ്റ്റേ ബാക്ക് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ബാധ്യതകൾ തീർത്തിട്ട് അതിനും പുറമേ ഉള്ള ഒരു സേവിങ്സ് ഉണ്ടാക്കാനും നമുക്കിവിടെ സാധിക്കുന്നതാണ് UK. മറ്റു രാജ്യങ്ങളത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. പിന്നെ ഈ നിയമമാറ്റങ്ങൾ വന്നതിനുള്ള ഏറ്റവും വലിയ ഗുണം വരാൻ പോകുന്നതും ഇനി വരുന്ന സ്റ്റുഡൻസിനായിരിക്കും. ഈ ജനുവരിയിൽ തന്നെ സ്റ്റുഡൻസിൻ്റെ റഷ് വളരെയധികം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ പണ്ടൊരു വരുന്ന സ്റ്റുഡൻസിന് ഒരു 1-2 മാസത്തേക്ക് പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന സ്റ്റുഡൻസിനും വളരെ പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം കിട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ മൂവിങ് ഫോർവേഡ് കോമ്പറ്റീഷൻ അത്രത്തോളം കുറയും. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കണമെന്ന് കൃത്യമായ ആഗ്രഹത്തോടു കൂടെ മാത്രമേ UK വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ സെറ്റിൽ ആവാനുള്ള സാഹചര്യം തന്നെയാണുള്ളത്. 33,000 പൗണ്ട് സാലറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാലറി തന്നെയാണ്. മിക്ക
നല്ല ഹൈഫൈ കമ്പനീസൊക്കെ ആണെങ്കിൽ ഏകദേശം 40,000 വരെയൊക്കെ അവർ സ്റ്റാർട്ടിങ് സാലറി ഗ്രാജുവേറ്റ്സിന് കൊടുക്കാറുണ്ട്. EDF പോലെയൊക്കെയുള്ള വലിയ വലിയ കമ്പനികളാണെങ്കിൽ. അല്ലാത്ത നോർമൽ കമ്പനീസിനൊക്കെ 33,000 അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പം UK വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ ആ പ്രൊഫഷൻ നിങ്ങൾ ഇവിടുത്തെ ലിങ്ക്ഡിനോ അല്ലെങ്കിൽ അതേപോലുള്ള ജോബ് ആപ്ലിക്കേഷൻ സൈറ്റുകളിൽ ടോട്ടൽ ജോബ്സോ ഇൻഡീഡോ ഒക്കെ നോക്കുക. അപ്പോൾ അവിടുത്തെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസാണ് റിക്വയർമെൻറ്റ് എന്ന് നോക്കുക. ആ റിക്വയർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും നാട്ടിലെ ഒരു ചെറിയ ക്രാഷ് കോഴ്സുകളോ മറ്റു കാര്യങ്ങളോ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ UK വരിക. അത് തന്നെ നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം ജോലി കിട്ടാനുള്ള പെർസ്പെക്റ്റീവ് ഒരുപാട് കിട്ടും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, തിരിച്ച് നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ സമയത്താണ് നിങ്ങൾ ഏത് കോഴ്സാണോ പഠിച്ചത് ആ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല അഡീഷണൽ സർട്ടിഫിക്കേഷൻസും തരുന്ന കോഴ്സുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഏതെങ്കിലും സോഫ്റ്റ്വെയറിന് സർട്ടിഫിക്കേഷൻസ് തരുന്ന കോഴ്സ് ഉണ്ടാകും. ആ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സിൻ്റെയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു സോഫ്റ്റ്വെയറുകളുടെയോ സർട്ടിഫിക്കേഷൻസ് കൂടെ തരുന്ന സാധനങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഫഷണൽ രജിസ്ട്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സസ് ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പ്രൊഫൈൽ അനുസരിച്ച് അതിന് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ കരിയർ ഏതിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതിലാണോ നോക്കിയിട്ട് അതുമായിട്ട് അലൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഞങ്ങളുടെ ഹെൽപ്പല്ല, നിങ്ങൾ തന്നെ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് അന്വേഷിച്ച്, ഇപ്പോൾ എല്ലാ ഏജൻസികൾക്കും കുറേ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാനും കുറേ കോഴ്സസ് സജസ്റ്റ് ചെയ്യാനും പറ്റുമായിരിക്കും. പക്ഷേ ടൈലർ മെയ്ഡായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് കൂടുതൽ അലൈൻ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ജോബ് പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കുന്ന കോഴ്സസ് ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. സോ ഞങ്ങളുടെ ഹെൽപ്പ് വേണം എന്നുള്ളവർക്ക് വേണ്ടി മാത്രം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ CV നോക്കി, നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് അലൈൻ ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് കണ്ടെത്തി തരണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം താഴെ ഞാൻ ഞങ്ങളുടെ 1-to-1 കൺസൾട്ടേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രീ കൺസൾട്ടേഷനാണ്. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ടു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്കൊരു ഫ്രീ കൺസൾട്ടേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അഡ്മിഷൻ പ്രോസസ്സിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരു ഫ്രീ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ഔട്ട് ചെയ്താൽ ഒരു ദിവസത്തിനകം തന്നെ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടുന്ന അസിസ്റ്റൻസ് എല്ലാം നമുക്ക് തരാൻ സാധിക്കും. സോ ഈ കാര്യങ്ങളോട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം UK വരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം UK വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജോലി കിട്ടാൻ സാധ്യതയുള്ള കമ്പനികൾ, ആ കമ്പനികളൊക്കെ ജോലിക്ക് വേണ്ടി ചോദിക്കുന്ന സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ വേണ്ട എക്സ്പീരിയൻസുകളോ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള ട്രെയിനിങ് നാട്ടിൽ നിന്ന് ചീപ്പായിട്ട് എടുത്തിട്ട് വരിക. ഇവിടെ UK അഡ്മിഷൻ എടുക്കുമ്പം നമ്മുടെ കരിയർ പെർസ്പെക്റ്റീവിൽ കൂടുതൽ അലൈൻഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും ആ കോഴ്സസും സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒന്ന് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രൊഫഷണൽ ബോഡീസിൽ രജിസ്റ്റർ ചെയ്യുക. എൻജിനീയേഴ്സ് ആണെങ്കിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് ബോഡീസ് ഉണ്ട്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, IEEE അല്ലെങ്കിൽ IMechE, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് IMechE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ ഓരോരുത്തർക്കും ഉള്ള ചാർട്ടേഡ് എഞ്ചിനീയറിംഗ് ബോഡീസ് ഉണ്ട്. ഈ ബോഡീസിൽ രജിസ്റ്റർ ചെയ്യുക. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനൊക്കെ വെറും ഫ്രീ ആണ്, പക്ഷെ അത് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷണൽ രജിസ്ട്രേഷന് വേണ്ടി വർക്കൗട്ട് ചെയ്യുക. അതേസമയം തന്നെ നിങ്ങൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ UK വരുന്നുണ്ടെങ്കിൽ, ഒരു ജോബ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ച് ഫോക്കസ്ഡ് ആയിട്ടാണ് നിങ്ങൾ UK വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും UK വരുന്ന വർത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ അടിയിലും കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് തെറി വിളിക്കാൻ കുറേ ആളുകളുണ്ടാകും. നിങ്ങൾ വരരുത്, നിങ്ങൾക്ക് വരുന്നത് വേസ്റ്റാണ്. ആ കമൻ്റ് ഇടുന്ന ആളുകളുടെ ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും UK വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായ സ്ട്രഗിളുണ്ട്. അതേപോലെ തന്നെ UK വരുന്നതും അതിൻ്റേതായ സ്ട്രഗിളുണ്ട്. തീർച്ചയായിട്ടും പഠിക്കാൻ ആഗ്രഹത്തോടെ കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് UK വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാനും നിങ്ങളുടെ ഫീൽഡിലുള്ള നല്ല ജോലികൾ കണ്ടെത്താനും സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും IT ഫീൽഡിലൊക്കെ ആണെങ്കിൽ നാട്ടിൽ TCSലും CTSലും ഒക്കെ വളരെ ചെറിയ സാലറിക്ക് കഷ്ടപ്പെട്ട് കുറേ നാൾ വർക്ക് ചെയ്തതിന് ശേഷം ഓൺ സൈറ്റ് വല്ലപ്പോഴും UK അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലോ പോയി 1-2 വർഷം വർക്ക് ചെയ്തിട്ട് തിരിച്ചവർ നാട്ടിലേക്ക് വിടുന്ന ആ ഒരു സാഹചര്യത്തിന് പകരം
നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഒരു കോഴ്സ് എടുത്ത് പ്രോപ്പറായിട്ട് UK ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭാവി കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ ഏതാണെന്ന് കണ്ടെത്തുക. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, IT ആണെങ്കിൽ IT, അതിന് വേണ്ട സോഫ്റ്റ്വെയർസ്, ലാംഗ്വേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. കൃത്യമായ ധാരണ ഉണ്ടാക്കി UK വന്ന് ഒരു സ്മാർട്ടായിട്ട് ചിന്തിച്ച് പോകാൻ വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സാലറി സ്കെയിലോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിൻ്റെ പ്രശ്നമൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ ലൈഫിൽ 4 കൊല്ലം UK ഇൻവെസ്റ്റ് ചെയ്യുക. UK നിങ്ങൾക്ക് അതിനുള്ള റിട്ടേൺ ഉറപ്പായിട്ടും തിരിച്ചു തരും. എന്തെങ്കിലും ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇനി മുതൽ UK വരാതിരിക്കുക. ഫാമിലി ആയിട്ടുള്ള ആളുകൾക്കും വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. അപ്പം UK വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വരുന്ന മിഡ് ഇൻഡെക്സ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് കാലഘട്ടങ്ങളിലെല്ലാം മിഡ് ഇൻഡെക്സ് ഉണ്ട്. സോ ഇൻഡെക്സിലേക്കെല്ലാം നിങ്ങൾക്ക് ടൈലർമെയ്ഡ് ആയിട്ടുള്ള കോഴ്സസിൽ നമുക്ക് അഡ്മിഷൻ എടുത്ത് തരാൻ സാധിക്കും. സോ നിങ്ങളുടെ പ്രൊഫൈൽ അനാലിസിസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട കോഴ്സ് സജഷൻസ് വേണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ലിങ്ക് താഴെയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള അക്കോമഡേഷനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. അതിനുവേണ്ടി ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു ആപ്പാണ്. ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ്ങുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോയിൽ കാണാം. ഇന്നൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.